ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ വിഷയം എന്താണ്? 23-ാം സങ്കീർത്തനം. വെരി ഗുഡ്. അതിൽ ഒരു തീസിസ് നമ്മൾ എടുക്കുന്നുള്ളൂ അല്ലേ? അതേതാണ്? ഒറ്റ വാക്ക് ഒന്ന് പറഞ്ഞെല്ലാവരും. അഭിഷേകം. പറഞ്ഞാട്ടെ. അതിൽ നമ്മൾ പഠിച്ചു എന്താണ് അഭിഷേകം. എന്താണ് അഭിഷേകമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ പഠിച്ചത്. ഒന്ന്, ഞാനിന്ന് രാവിലെ പഠിപ്പിച്ചത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. എന്താണ് അഭിഷേകം? പറയൂ. പരിശുദ്ധാത്മാവും ശക്തിയും ഒരു വ്യക്തിക്ക് നൽകുന്നതാണ് അഭിഷേകം. പുതിയ നിയമം അല്ലേ? തോമാച്ചൻ അത് ഭംഗിയായിട്ട് പറഞ്ഞു. എൻ്റെ പേര് വാശിയായതുകൊണ്ട് കുറച്ച് സന്തോഷമുണ്ട് എനിക്ക്. രണ്ടാമത് നമ്മൾ പഠിച്ചു അഭിഷേകം എന്താണ്. പറഞ്ഞേ. രാജകീയ കിരീടമാണത്, റോയൽ ക്രൗണാണത്. മൂന്നാമതാണ് നമ്മളൊരു കാര്യം പഠിച്ചു. എന്താണ്? ആനന്ദ തൈലം, ഓയിൽ ഓഫ് ഗ്ലാഡ്നസ്. ആനന്ദ തൈലത്തിനോട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു, പ്രൈസ് ഗോഡ്, നമ്മുടെ ദുഃഖത്തിന് പകരം നൽകിയതാണ് അല്ലേ? ദുഃഖത്തിന് പകരം നൽകിയതാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഒന്നുകൂടെ. ആമേൻ. ഇവിടെ പ്രസംഗം 12 സ്റ്റൈലാണ്. ഗ്ലിബ് സ്റ്റൈല്, ഹെറിറ്റേജ് സ്റ്റൈല്, സ്റ്റെക്കാറ്റോ സ്റ്റൈല്, പുൾപിറ്റ് സ്റ്റൈല്, സെൻറ്റിമെൻ്റ് സ്റ്റൈൽ, ഇങ്ങനെ 12 സ്റ്റൈലാണ്. അത് 12ഉം ഞാൻ പ്രസംഗിച്ച് പഠിപ്പിച്ചതാണ്. എന്നാൽ ഉപവാസ പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ സ്റ്റൈലൊക്കെ മാറ്റി വയ്ക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? അവിടെ വേറൊരു രീതിയിലേക്ക് ദൈവാത്മാവ് നമ്മൾ നടത്തുകയാണ്. ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അറിയാഞ്ഞിട്ടല്ല, പലപ്പോഴും അത് അരിഞ്ഞു മാറ്റുന്നത് ആത്മാ നിറവിൽ ചില ചിന്തകൾ ഇന്ന് രാത്രിയും നമ്മൾ കൈമാറുകയാണ്. ആനന്ദ തൈലത്തിന് എന്താണ് ഉപയോഗമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി. എന്താണ് ഉപയോഗം? ദുഃഖത്തിന് പകരം. ഒന്ന് പറഞ്ഞാട്ടെ. ദുഃഖം നീക്കുക എന്നല്ല ശരിക്കും എൻ്റെ അർത്ഥം. ദുഃഖത്തിന് പകരമാണ്. ആമേൻ. ഇൻട്രോവർട്ട്, അങ്ങനെ തുടങ്ങിയൊരു 3 വെർട്ട് ഉണ്ടല്ലേ? എക്സ്ട്രോവർട്ട്, ഇൻട്രോവർട്ട്, ആംബിവർട്ട്. പ്രൈസ് ഗോഡ്. ഏത് വെർട്ടായാലും സംഗതി കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒന്നാണ് ആനന്ദ തൈലം. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? നമുക്കിവിടെ ശരി ഒന്ന് ഉയരത്തിൽ അതേ പദം ഒന്ന് ചിന്തിക്കാം. 5 എക്സാമ്പിളാണ് ആനന്ദ തൈലം കൊണ്ടുള്ള നേട്ടങ്ങളെ ബൈബിൾ പഠിപ്പിക്കുന്നത്. 5 ഉദാഹരണങ്ങളാണ് ശരിക്കും. അഥവാ അഭിഷേകം ഒരാൾക്ക് ലഭിച്ചാൽ അതിനകത്ത് ദുഃഖത്തിന് പകരം ഉപയോഗമാകുന്ന 5 എക്സാമ്പിൾ കാണാൻ കഴിയും. ആ എക്സാമ്പിളിലൂടെ ലോകം ആകെ എൻ്റെ ദൈവത്തിന് ഇടപെടാനുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക്. അതല്ലേ നമ്മുടെ കർത്താവ് കാണിച്ചത്? ഫ്രം നോൺ ടു ലീഡ് അൺനോൺ. കടുക് മണി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും അറിയാം, പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ. പക്ഷെ അത് വൃക്ഷമാകുന്ന കാര്യം നമുക്കറിയില്ല. അങ്ങനെ വരുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് അതിശയോക്തി യേശു പറഞ്ഞതാണ്. സമ്പൂർണ്ണ തെറ്റാണ് പണ്ഡിതന്മാരത് പറഞ്ഞത്. ഒരു അതിശയോക്തി യേശു പറഞ്ഞിട്ടില്ല. 4 തരം കടുകുമണിയാണ് ഉള്ളത്. അതിൽ ഒരു കടുകുമണി 20 അടി ഉയരം വരുന്ന വൃക്ഷമാകുന്നതാണ്. സാധാരണ കടുകുമണി 7 അടി ഉയരമുള്ള സസ്യമാണ്. ആമേ. 20 അടി ഉയരം വരുന്ന വൃക്ഷത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞേ, കടുകുമണി വൃക്ഷമായി തീരുമെന്ന് പറഞ്ഞത്. അപ്പം അതറിയില്ല നമുക്ക്. അതാണ് സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഉപമ. അപ്പം അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് ഇന്ന് രാത്രി നമ്മെ നയിക്കുന്ന ദൈവാത്മാവ് ഇവിടെയുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്ലാമൂട് ഏജ് ചർച്ചിൽ ശുശ്രൂഷിക്കാൻ ക്ഷണം തന്ന ബഹുമാന്യ പാസ്റ്റർ മാത്യു കോരുത്. അതിൽ കോരുതെന്ന് പറയുന്നത് എനിക്കിഷ്ടം. അതിന് കാരണം പറഞ്ഞുതരാം. യെശയ്യാ പ്രവചനം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് CSI ചർച്ചിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു അധ്യാപകനായ അച്ഛൻ കോരുതാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് മുഴുവൻ ഞാൻ വായിച്ചു കഴിഞ്ഞു. എൻ്റെ ബ്രദറാണ് എനിക്ക് വാങ്ങിച്ചു തന്നത്. മുഴുവൻ വായിച്ചു കഴിഞ്ഞു. എൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വിലപ്പെട്ടൊരു ഗ്രന്ഥം ഞാൻ വായിക്കുന്നത്. ആ കോരുതാണ് മനസ്സിലിരിക്കുന്നത്.
ഇപ്പോൾ ഫാസ്റ്റും കൂടെ കൂട്ടത്തിലായി. ആമേൻ. നമുക്ക് തിരുവഴുത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുക. ഇന്ന് പഠിക്കുന്നത് ആനന്ദ തൈലം 5 ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് എടുക്കാം അല്ലേ. 1 രാജ 19. എല്ലാവരും എടുത്താട്ട് 1 രാജ 19. അതിൻ്റെ 1 മുതൽ നമുക്കൊന്ന് വായിക്കണം. വായിക്കുന്ന സഹോദരി നന്നായി വായിക്കുന്നുണ്ട്. ഇതുവരെ തെറ്റിച്ചില്ല, ഇനി തെറ്റിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് 1,00,000 കൺഗ്രാജുലേഷൻ കൈമാറുകയാണ് ആ ദൈവദാസിക്ക്. വത്സമ്മ എന്നല്ലേ പേര് പറഞ്ഞേ? അജിത. കറക്റ്റ്. അജിത എന്ന ദൈവദാസിക്ക് 1,00,000 കൺഗ്രാജുലേഷൻ തെറ്റിക്കാത്തത് കൊണ്ട് കൈമാറുന്നു. ഇനി തെറ്റിക്കരുത്. വായിച്ചാട്ടെ. 17-ാം അധ്യായം. 19-ാം അധ്യായം. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഈസബേലിനോട് പറഞ്ഞു. ഈസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട ബേർഷേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. മതി. ഈ വേദഭാഗം കണ്ണൂർ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പ്രസംഗം തിരിച്ചു വരുമ്പോൾ വണ്ടിയിലിരുന്നൊരു പദ്യം എഴുതി ഞാൻ. സ്തോത്രം. പാസ്റ്റർ സാം കുമരകം ആ പദ്യം റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. വിട്ടുപിരിയുവാൻ ലോകത്തിൽ നിന്നു ഞാൻ എന്നാണ് ആ പദ്യത്തിൻ്റെ തുടക്കം. ആമേൻ. ഇവിടെ നിന്നുകൊണ്ട് ആനന്ദ തൈലം ഈ അധ്യായത്തിൽ ഉപയോഗമാകുന്ന, അർത്ഥാൽ അഭിഷേകം ഉപയോഗമാകുന്ന വിധങ്ങൾ അല്പം ഒന്ന് ഉയർന്ന് ചിന്തിപ്പാൻ ഓർപ്പിക്കുകയാണ്. ഏലിയാവിനെ അറിയാത്തവരിവിടെ ആരുമില്ല. പ്രൈസ് ഗോഡ്. അറിയുന്നവരോട് അല്പം കൂടെ ആഴത്തിൽ ചിന്തിക്കാനുള്ള അവസരം ഒരുക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് അതിൽ നിന്ന് തന്നെ വായിക്കാം. എന്താ വിഷയമെന്ന് നിങ്ങൾക്കറിയാം. 400 + 450 ചരിത്രത്തിൽ നിന്ന് അയച്ച കരുത്തനായ ധീരനായ സൂപ്പർ സ്റ്റാറാണ് ഏലിയാവ്. ബെട്ടാ സന്തോഷത്തോടെ ഹൈ സ്പീഡിൽ വരുന്ന വരവ. നിങ്ങൾക്കത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അല്ലേ. ആ വരവിൻ്റെ സമയത്താണ് ആഹാബിൻ്റെ ഒരു അംബാസിഡർ അല്ലെങ്കിൽ ഒരു ദൂതൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ പാസ്റ്ററാണ് ഏലിയാവ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വിഷമമില്ലല്ലോ. ആൻറ്റി ഇച്ചിരി കഴിയുമ്പോൾ വിഷമിക്കാതിരുന്നാൽ മതി. ആൻസി ആൻറ്റി ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ വന്നേച്ച് പറയുകയാണ്, നാളെ ഈ നേരത്ത് കഴുത്ത് കണ്ടിക്കുമെന്ന്. വിഷമിക്കല്ലേ കേട്ടോ. ഏലിയാവിനോട് പറഞ്ഞ കാര്യം. നാളെ ഈ നേരത്ത് കഴുത്ത് കണ്ടി. ഇവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാറുണ്ടെങ്കിലും അഭിഷേകത്തോട് ബന്ധപ്പെട്ട് ഉയർന്ന ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനൊരു അവസരം ഗവൺമെൻറ്റിൽ നിന്ന് വന്നാൽ നമ്മളെ വേട്ടയാടുന്ന ദുഃഖത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. Is it right? I'm right. ഗവൺമെൻറ്റിൽ നിന്ന് വന്നാൽ ദുഃഖത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അതിൻ്റെ തെളിവാണ് അവൻ എവിടേക്ക് പോയത്? മരുഭൂമിയിലേക്ക്, ചൂരച്ചെടിയുടെ തണലിലേക്ക് പോയത്. ഒന്നാമത്, ദുഃഖം വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ യാത്രയുടെ വഴി എവിടേക്കൊക്കെയാണെന്ന് അറിയില്ല. എന്നാൽ കർത്താവ് കൂടെ അഭിഷേകമായിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ടെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ഒരു ആമേൻ നമുക്ക് പറയാം നമുക്കല്ലേ. അതും ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഇങ്ങനൊരു ആക്ഷൻ വന്നാൽ ഒരു രക്ഷയില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? ആ വാക്യം നമുക്ക് എടുക്കാം. വായിച്ച്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കണം ദൈവദാസി. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റു ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു യഹൂദയ്ക്കുൾപ്പെട്ട ബേർശേബയിൽ. ഞാൻ ഭൂമിശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും കൂടിയാണ്. ആകെ 28 സബ്ജക്റ്റേ പഠിപ്പിച്ചിട്ടുള്ളൂ, അത്രേ പരിചയമുള്ളൂ. അതിൽ ഭൂമിശാസ്ത്രം കൂടെ പഠിപ്പിച്ചു. അത് പഠിച്ചു തന്നപ്പോഴേക്ക് മനസ്സിലായത്, ഒരു ദിവസത്തെ വഴി, യഹൂദൻ ഒരു ദിവസം നടക്കുന്ന വഴി എത്രയാ?
അത്രയും വഴിയുള്ളൊരു മരുഭൂമി എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു മരുഭൂമിയല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, 2 ലക്ഷം ഹെക്ടർ മരുഭൂമി അതിന് തൊട്ടുണ്ട്. അവിടേക്ക് പഠിക്കേണ്ടതാണ്. അപ്പം ലക്ഷ്യം ഇപ്പം എവിടെയാ? ജനവാസമുള്ള ഏരിയ അല്ല, ഏകാന്തതയുള്ള ഏരിയയാണ് ലക്ഷ്യം. തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും ദുഃഖത്തിൻ്റെ മുമ്പിൽ ഏകാന്തതയായിരിക്കും. ആ ഏകാന്തതയിൽ ഇനി എന്താ കർത്താവിനോട് പറയാനുള്ളത്? കർത്താവേ, അവളും അവനും എന്നെ കൊല്ലും മുമ്പ് നീ എന്നെ എടുത്താൽ മതി. നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായല്ലോ. അവളെന്ന് പറയുന്ന ഈസബേൽ, അവനെന്ന് പറയുന്ന ആഹാബ്. അവളും അവനും എൻ്റെ ജീവൻ എടുക്കും മുമ്പ് നീ അങ്ങ് എടുത്താൽ മതി. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു പദമാണ് ആത്മഹത്യക്ക് ഒരുങ്ങാത്ത ഏലിയാവ്. ദൈവം ജീവൻ എടുത്താൽ മതി എന്ന ഈ ഒരു പ്രിൻസിപ്പിൾ ഉള്ളവർ എത്ര പേരുണ്ട്? സങ്കടത്തിൽ പോലും ആത്മഹത്യയുടെ തരി അകത്ത് വരാതെ ദൈവം എൻ്റെ ജീവൻ എടുത്താൽ മതി എന്ന് ദൈവത്തോട് പറയാനുള്ള ഒരു വശ്യത ഈ രാത്രി എത്ര പേർക്കുണ്ട്? അവിടെയാണ് ഇന്റർപേഴ്സണൽ ഹോളി റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള ആന്തരിക വൈയക്തിക ബന്ധം നിലനിർത്തുന്നത്. അത് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ ദൈവത്തോട് ആന്തരിക വ്യക്തിപര ബന്ധം നിലനിർത്താൻ വലിയൊരു ആഗ്രഹം എന്നിൽ ജനിക്കട്ടെ എന്ന് താല്പര്യമുള്ളവർ ആ കൈയൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാൻ പറ്റും. നമുക്ക് ഒന്നിച്ച് പറയാമല്ലോ. ഇതിൻ്റെ പേരെന്താ നിങ്ങൾ പറഞ്ഞത്? ഇതിൻ്റെ പേരോ? ആ വായിക്കുന്നതിൻ്റെ പേരെന്താണ്? ഒരൊറ്റ ആളിവിടെ മലയാളം പറഞ്ഞില്ല. ഇവിടെ എല്ലാവരും ഇംഗ്ലീഷുകാരാണ്. അപ്പോൾ ഫാസ്റ്റും ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത് എനിക്ക് തോന്നുന്നു. ആമേൻ അല്ലേ? ശരിയല്ലേ? ഇത് ഉച്ചഭാഷിണിയാണ്. ഉച്ച കഴിഞ്ഞിട്ടും ഉച്ച തിരിഞ്ഞിട്ടും ഉച്ചയ്ക്ക് ടച്ച് കണക്കിന് പറയാൻ ആരുമില്ല. എന്താ? ഇത് ഉച്ചഭാഷിണിയാണ്. പക്ഷെ പറഞ്ഞത് മൈക്ക. ഇവിടെയാണ് ഇംഗ്ലീഷിൽ എല്ലാവരും പറയുന്നതിനാൽ എൻ്റെ കൂടെ ഒരുമിച്ചൊന്ന് പറഞ്ഞേ. ഇന്റർപേഴ്സണൽ ഹോളി റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ആന്തരിക വൈയക്തിക വിശുദ്ധ ബന്ധം എൻ്റെ ദൈവമായിട്ട് എനിക്കുണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ഇന്ന് രാത്രി എല്ലാവരും വന്നു ചേരണം. ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് 1 മിനിറ്റ് കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഞാനും എൻ്റെ ദൈവമായി വ്യക്തിഗത ബന്ധം പാസ്റ്ററിലൂടെയുള്ള ബന്ധമല്ല, ആൻറ്റിയിലൂടെയുള്ള ബന്ധമല്ല, ഭർത്താവിലൂടെയുള്ള ബന്ധമല്ല, ഭാര്യയിലൂടെയുള്ള ബന്ധമല്ല, പ്രവാചകനോടുള്ള ബന്ധമല്ല, പുരോഹിതനോട് ബന്ധമല്ല, വ്യക്തിപരമായി എനിക്കെൻ്റെ ദൈവമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയാൻ കഴിയുന്ന തലത്തിലേക്ക്, ആ സ്റ്റേജിലേക്ക് നമ്മൾ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അസ്തമിക്കില്ല എന്ന കാര്യം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അസ്തമിച്ച് നിൽക്കില്ല. നമ്മൾ എപ്പോഴും ഉദിച്ചു നിൽക്കും ആ ബന്ധം നിലനിർത്തിയ. ഹല്ലേലൂയ. ഇനി അവിടെ നിന്നുകൊണ്ട് പറയാം, ഏലിയാവ് കൊതിച്ചത് ആത്മഹത്യയല്ല, ദൈവം ജീവൻ എടുക്കണമെന്ന അല്ലേ? ഈ വലിയ പശ്ചാത്തലത്തിൽ ഈ അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയാണ്. നമുക്ക് ബൈബിൾ വായിക്കുന്നതാണ് ഏറ്റവും വലുത് അല്ലേ? പാസ്റ്ററുടെ മൂത്ത കുഞ്ഞിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അമ്മയുമായിട്ട്. മോള് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവളോട് 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ രഹസ്യം. സ്റ്റഡി ക്രൈസ്റ്റ് ഒന്ന് പറഞ്ഞേ. സ്റ്റഡി ഫ്രം ക്രൈസ്റ്റ്, സ്റ്റഡി അബൌട്ട് ക്രൈസ്റ്റ്. ഇനി നിങ്ങൾ പറയണം 3 എണ്ണം ഒരുമിച്ച് പറഞ്ഞേ. സ്റ്റഡി ക്രൈസ്റ്റിന് ഈ ബൈബിൾ മാത്രമുള്ള രേഖ. സ്റ്റഡി ഫ്രം ക്രൈസ്റ്റിന് പ്രാർത്ഥന മാത്രമേ വഴിയുള്ളൂ. സ്റ്റഡി അബൌട്ട് ക്രൈസ്റ്റിന് ലൈബ്രറി വേണം.
നിങ്ങൾക്ക് മനസ്സിലായോ? ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ ബന്ധം ഈ 3 തട്ടിൽ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ആ 3 ഒരുമിച്ചൊന്ന് പറയാമോ സഹോദരന്മാരെ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. അയ്യോ, നേരത്തെക്കാൾ മോശമായോ? ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. സഹോദരിമാർ, ഇവരിപ്പോഴും വിജയിച്ച് നിൽക്കാൻ തന്നെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കൺഗ്രാജുലേഷൻ കൂടുന്നു കേട്ടോ. പ്രൈസ് ഗോഡ്. ഓക്കെ, ക്രിസ്തുവിനെ പഠിക്കുക, അത് ബൈബിളിലൂടെയാണ്. ക്രിസ്തുവിൽ നിന്ന് പഠിക്കുക പ്രാർത്ഥനയിലൂടെയാണ്. ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുക ധാരാളം ഗ്രന്ഥങ്ങളിലൂടെയാണ്. ഈ 3 കാര്യവും ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, ഇഷ്ടംപോലെ മാധ്യമങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ സമയമുണ്ട്. ഈ 3 കാര്യങ്ങൾക്ക് സമയമെടുത്താൽ ദൈവമായിട്ട് ഇൻ്റർപേഴ്സണൽ ഹോളി റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ കഴിയും. ഇവിടെ വന്നപ്പോൾ ആമേൻ വരുന്നില്ല. ക്യാൻസർ ഇപ്പം അഴിയെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കയ്യടി? അതിനേക്കാളും ബലമേറിയ ഒരു ചിന്തയാണ് ഇന്ന് രാത്രി നമ്മളിൽ പതിയുന്നത്. ആമേൻ ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നല്ലൊരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഒരു പ്രാവശ്യം കൂടെ, ഒരു പ്രാവശ്യം കൂടെ, ഒരു പ്രാവശ്യം കൂടെ. ഈ 3 ഒന്നിച്ച് പറഞ്ഞിട്ടേ പോകുള്ളൂ. ഞാൻ ഒന്ന് ഉറക്കെ പറഞ്ഞ എല്ലാവരും. അല്ല, ഈ 3 ഉറക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞ്. സ്റ്റഡി ക്രൈസ്റ്റ്, സ്റ്റഡി ഫ്രം ക്രൈസ്റ്റ്, സ്റ്റഡി അബൌട്ട് ക്രൈസ്റ്റ്. എല്ലാവരും ഗ്രഹിച്ചു. ഇനി ഈ അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. ഇത് വായിക്കണ്ടേ? ഇവിടെ അതിദുഃഖിതനായിരിക്കുന്ന ഏലിയാവ്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏലിയാവ്, ഗവൺമെൻറ് ഒറ്റക്കൊടുക്കുന്ന സമയത്ത്, ചരിത്രം അവസാനിക്കുമെന്ന രംഗത്ത്, ഇനി അടുത്ത നിമിഷം മരണം മാത്രമേ ഉള്ളൂ എന്ന് കണ്ട് ദൈവത്തോട് പറയുക, നീ എന്നെ എടുത്താൽ മതി. അങ്ങനെ നിൽക്കുമ്പോൾ ദൈവം എന്തൊക്കെ പറഞ്ഞു എന്നെല്ലാം പറയാൻ എനിക്ക് സമയമുണ്ട്. നിങ്ങൾ 6 മണി വരെ ഇരുന്നാൽ ഈ 19-ാം അധ്യായത്തിലെ സനാതന സത്യങ്ങൾ ഓരോന്ന് ഞാൻ വെളിപ്പെടുത്താം. ആമേൻ. ബോംബെ എന്ന് പറയുന്ന അച്ചായൻ്റെ മുഖത്തൊക്കെ ഭയങ്കര പ്രകാശമായി ഇപ്പം. ഹല്ലേലൂയ. നമുക്കെടുക്കാം. ഒന്നെടുത്ത്, എല്ലാവരും എടുത്ത് അതിൻ്റെ 15, 16 ചില വാക്യങ്ങൾ കാണേണ്ടിയിരിക്കുന്നത്. എല്ലാവരും അത് വായിക്കണം കേട്ടോ ഒരുമിച്ച്. യഹോവ അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമ്മശേക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. ഇവിടെ എൻ്റെ ഒരു ചോദ്യം, ദമ്മശേക്ക് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ബൗണ്ടറിയിൽ പെട്ടതല്ല, അടുത്ത രാജ്യത്തിലെ കാര്യമാണ്. വന്ന വഴിക്ക് നീ പോകണ്ട, വേറെ വഴിക്ക് പോകണം. എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് വിചാരിക്കുന്നു. വന്ന വഴിക്കല്ല നീ പോകേണ്ടത്, വേറെ വഴിക്ക് പോകണം. അപ്പം അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടുമ്പോൾ ഓർത്തോളം അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഹൈടെക് പ്രൊജക്റ്റ് ഉണ്ട്. വഴി തിരിച്ചു വിടുമ്പോൾ ഹൈടെക് ഒരു പ്രൊജക്റ്റ് അതിൻ്റെ പുറകിലുണ്ടെന്ന് അറിയുന്നവർ എത്ര പേര് കൂടി ഇരിപ്പുണ്ട്? ഒരു ആമ്യം പറയാം നമുക്കല്ലേ. ആ പ്രൊജക്റ്റ് വെളിച്ചത്ത് വരാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതെന്താണെന്ന് ആ വാക്യത്തിൽ ഇന്ന് തെളിയിക്കാം. വായിച്ചാട്ടെ. മരുഭൂമി മടങ്ങി പോകുക. നീ പുറപ്പെട്ട ദമ്മശേക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങി പോകുക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. ഒരു മിനിറ്റ് കണ്ട് ശ്രദ്ധിക്കണം. തൊട്ടടുത്ത രാജ്യമാണ് ഇസ്രായേലിന്റെ തൊട്ടടുത്ത രാജ്യമാണ് ദമ്മശേക്ക്, വടക്കുള്ളതാണ്. ചോദിക്കുന്നു ഞാൻ ചോദ്യം, നമ്മുടെ പാകിസ്ഥാൻ വഴി പോകണം എന്ന് പാസ്റ്റർ കോരുദിനോട് പറഞ്ഞാൽ നമ്മുടെ ആൻറ്റിയുടെ മൈൻഡ് എന്തായിരിക്കും? കേട്ടില്ല. നമ്മുടെ ദൈവദാസിയെ ഫോൺ വിളിച്ച് പറഞ്ഞു, മോളെ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല, ഇവിടെ നിന്നാൽ നിനക്ക് ഹസ്ബൻഡ് നഷ്ടപ്പെടും. അതുകൊണ്ട് എന്നോട് തമ്പുരാൻ പറഞ്ഞിരിക്കുക പാകിസ്ഥാൻ വഴി പോകാൻ. ഇത് കേട്ട ചങ്കത്ത് വെച്ചിട്ട് പാവം ആൻറ്റി പറയും, എൻ്റെ പൊന്നച്ചായ വേണമെങ്കിൽ ദുബായ് വഴി പോക്കോ. കേട്ടില്ല, മനസ്സിലായില്ലേ? വേണമെങ്കിൽ ദുബായ് വഴി പോക്കോ. ഏത് വഴി പോകരുത്? പാകിസ്ഥാൻ വഴി പോകരുത്. പ്ലീസ് അച്ചായ. ഇപ്പോഴും മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപകടം? പിടികിട്ടുന്നുണ്ടോ?
ദൈവം പറയുന്നതെല്ലാം അപകടം പിടിച്ച കാര്യങ്ങളാ. വലിയ അപകടം നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ വലിയ പദ്ധതി ഒളിപ്പിച്ചു വെച്ച ദൈവമാണെന്ന് ദൈവമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾ വായിച്ചു നോക്കി. ഇനി അടുത്തത് ദമേശക്ക് വഴി നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം. ഹസായേൽ എന്ന് പറയുന്നത് അരാമിലെ പുള്ളി അവനെ രാജാവാക്കണമെന്ന്. അവിടെ വേറെ രാജാവുണ്ട്. അപകടം പറ്റി പിടിച്ചോ? മനസ്സിലായോ? അവിടെ ഒരു രാജാവ് അരാമിലുണ്ട്. ആ രാജാവ് നിലവിൽ നിൽക്കുമ്പോൾ വേറൊരു രാജാവാക്കാൻ. ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? അദ്ദേഹം പറഞ്ഞ ഭയങ്കര അപകടമുണ്ട്. അതിൻ്റെയൊക്കെ പുറകിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. പിന്നാലെ സമയമുണ്ടെങ്കിൽ നമുക്ക് തെളിയിക്കാം. അടുത്ത വാക്യത്തിലാണ് എനിക്കിവിടെ ഊന്നി നിൽക്കേണ്ട കാര്യം. യഹോവനോട് പറഞ്ഞാട്ടെ, നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആ വാക്യം എല്ലാവരും ഒരുമിച്ചൊന്ന് വായിച്ച്. നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. പാട്ടുകാരൻ ഒരു മിനിറ്റ് എൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ പറ്റുമോ? ഒന്ന് വന്നാട്ടെ. എൻ്റെ അടുത്ത വശത്ത് നിന്ന്. ഇദ്ദേഹമാണ് നിംഷിയുടെ മകനായ യേഹൂ. കണ്ടാലുണ്ട്, കൊണ്ടാലുണ്ട്, പറഞ്ഞാലുണ്ട്, പാടിയാലുണ്ട്. എല്ലാവർക്കും മനസ്സിലായോ? അത് പറയാൻ കാരണം ഈ യേഹൂ പട്ടാള ബ്രിഗേഡിയറാണ്. കേട്ടില്ല? ആരുടെ പട്ടാളത്തിൻ്റെ ബ്രിഗേഡിയറാ അറിയണ്ടേ? ആഹാബിൻ്റെ പട്ടാളത്തിൻ്റെ ബ്രിഗേഡിയറാ. ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കും നിങ്ങൾ. ആഹാബിൻ്റെ പട്ടാളത്തിൻ്റെ ബ്രിഗേഡിയറാ. ആഹാബ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഏലിയാവിനെ കണ്ടാൽ, എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യാനാ. അപ്പൊ ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ആജ്ഞ ആഹാബിൽ നിന്ന് എന്താണ്? ഏലിയാവിനെ എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യാൻ വരുന്നവനെ അഭിഷേകം ചെയ്യാനാണ് ദൈവം പറഞ്ഞു വിടുന്നത്. ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആ പ്രൊജക്റ്റ് പിടികിട്ടിയോ? അറസ്റ്റ് ചെയ്യാൻ വരുന്നവനെ അഭിഷേകം ചെയ്യാൻ ഒരു പ്രൊജക്റ്റ് കൊടുത്തിരിക്കുക. ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഒന്നാമത്തെ ഭാഗം. ചോദ്യം ചെയ്താൽ ഉത്തരമില്ലാത്ത പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് നൃത്തം വയ്ക്കുകയാണ് ദൈവം പറയുമ്പോൾ. ആഹാബിന്റെ പട്ടാള ബ്രിഗേഡിയറെ അഭിഷേകം ചെയ്യാൻ ദൈവമേ നീ പറഞ്ഞാൽ അവൻ എന്നെ അറസ്റ്റ് ചെയ്യാനിരിക്കല്ലേ? തിരിച്ച് ചോദിക്കാവുന്ന ഒട്ടനവധി ചോദ്യങ്ങളുടെ കൂമ്പാരമാണ് ദൈവം നമ്മോട് പറയുന്ന വെളിപ്പാട്. ഞാൻ പറഞ്ഞ വാചകം എല്ലാവരും പറഞ്ഞേ. തിരിച്ച് ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ കൂമ്പാരമാണ് ദൈവം പറയുന്ന ഒറക്കിൾസ്. അതിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ 18 വിധ അത്ഭുതങ്ങളുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കൊണ്ടെങ്കിൽ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. ശുഡബല ഭക്ഷല ബൗഡല ബണ്ടല ബണ്ടല കണ്ടല പ്രപ്പക്ഷ ബടവൽ ഘടക ദൈഡ. ദൈവം പറയുന്ന അരുളപ്പാടുകൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരിക്കലും മുമ്പോട്ട് കാലുവെക്കില്ല. എന്നാൽ അവന്റെ അരുളപ്പാടുകൾ ഒടിഞ്ഞു കിടക്കുന്ന അത്ഭുതം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവിടെ നമ്മൾ കാലുവെച്ചിരിക്കും. ഞാൻ പറഞ്ഞ വാചകം എല്ലാവർക്കും ഒന്ന് പറയാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞത് ദൈവം പറയുന്ന അരുളപ്പാടുകൾ, ഒറക്കിൾസ് ഒന്ന് പറഞ്ഞേ. നമ്മൾ കേൾക്കുമ്പോൾ അതിനകത്ത് നമുക്കെന്തുണ്ട്? ദൈവത്തോട് തിരിച്ചു ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളാണ്. ഇന്നും ആ ചോദ്യങ്ങളായിട്ടാണ് ചിലർ വന്നിരിക്കുന്നത്. ഇരിപ്പ് കണ്ടാൽ അറിയാം, ഒരു പേജ് നിറച്ച് ചോദ്യങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ആമേ. വേണ്ടി വന്നാൽ ഒരു എസ്സേ തന്നെ ദൈവത്തിന് എഴുതി കൊടുക്കും ചോദ്യങ്ങളുടെ. അത്രയ്ക്ക് ചോദ്യങ്ങളായിട്ട് വന്നിരിക്കും. ചിലരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ആ പേപ്പർ എസ്സേ എഴുതിയതിൻ്റെ. മനസ്സിലായില്ല? മഹത്വം. ഞാൻ എസ്സേ എഴുതിയിട്ടാണ് വന്നേക്കണേ. ദൈവം അങ്ങനെ പറഞ്ഞോ? എന്നാൽ പിടിക്കുക ദൈവമേ, ഇതിൻ്റെ അപ്പുറത്തുള്ള കാര്യം എന്താണെന്ന് പറ, പ്ലീസ് ടെൽ മീ ഓപ്പൺ. അത്രയ്ക്ക് ധീരതയോടെ ദൈവത്തോട് ചോദിക്കും. എന്തുവായി കർത്താവ് ചെയ്യുന്നല്ലേ? ഇവിടെയാണ് ഒരു കാര്യം ദൈവം പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലുപ്പത്തിലാണ് അനലൈസ് ചെയ്യേണ്ടത്, നിന്റെ ബ്രെയിനിൻ്റെ വലുപ്പത്തിലല്ല എന്നറിയുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൊണ്ട് പറയുകയാണ്. ദൈവം എന്നോട് ഒരു അരുളപ്പാട് പറഞ്ഞാൽ
ദൈവത്തിൻ്റെ വലുപ്പത്തിൽ വേണം അത് അനലൈസ് ചെയ്യാൻ. ഇവിടെ നിങ്ങൾ എഴുതി വെക്കണം മനസ്സിൽ, ദൈവം ഒരു അരുളപ്പാട് പറഞ്ഞാൽ അതിനകത്ത് അത്ഭുതങ്ങളുടെ കലവറയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ആ പച്ച ഷർട്ടിൻ്റെ പേരെന്താ മോനെ? ആ ഷർട്ടിൻ്റെ മോൻ്റെ പേരെന്താ? സിറിലൊരു ബിഷപ്പല്ലേ? പെട്ടാ ബിഷപ്പല്ലേ സിറില്ലേ? എന്താ ചെയ്യുന്ന കൂട്ടൻ? ഓട്ടോ ഓടിച്ചു വരുന്ന സിറിലിനോട് പാസ്റ്റർ പറയാണ്, മോനെ നീ ആ വഴി പോകണ്ട, ആ വഴി നിന്നെ കാത്തു നിൽക്കുന്നുണ്ട് ഡാഷ് ഡാഷ് ഡാഷ്. പാവം സ്വന്തം വിശ്വാസിക്ക് ഒരു അപകടം വരുന്നത് കണ്ടിട്ട് വേദനയോടെ പറഞ്ഞതാ. അപ്പോൾ സിറിൽ പറയാ, ദൈവം പറഞ്ഞിട്ടാണ് ഈ വഴിക്ക് വരുന്നത്. കേട്ടില്ല, ദൈവം പറഞ്ഞിട്ടാണ്. എൻ്റെ പൊന്നു മോനെ സിറിൽ, നിന്നെ കാത്ത് ദേ നിൽക്കുന്ന ഗുണ്ടാ സംഘങ്ങൾ അവിടെ. അത് കണ്ടപ്പോൾ വേദന കൊണ്ട്, എൻ്റെ ആടല്ലേ അതുകൊണ്ട് പറഞ്ഞതാ. നിങ്ങൾക്ക് എൻ്റെ പ്രാക്ടിക്കൽ സൈഡ് മനസ്സിലായി ഞാൻ കരുതുന്നു. പക്ഷെ ഇവിടെ അറിയണം, എത്ര വലിയ സംഘങ്ങൾ നിന്നാലും സിറിലിനോട് ആ വഴി ഓട്ടോ ഓടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഓടിച്ചാൽ അത്ഭുതങ്ങൾ അവിടെ കാണുമെന്ന് ഉറപ്പാണ് എന്നുള്ളവർ എത്ര പേരുണ്ട്? നമുക്കത് തെളിയിക്കാം അല്ലേ? തെളിയിക്കാം നമുക്ക്. എടുത്തേൻ, വായിച്ച മോനെ ആ വാക്യം കാണിച്ച്. നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ഇത് അതിനേക്കാൾ അപകടമല്ലേ? ഇസ്രായേലിൽ അപ്പോൾ രാജാവില്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? ആഹാബ് എന്ന രാജാവ് നിലവിൽ നിൽക്കുമ്പോൾ ഏലിയാവ് പോയിട്ട് വേറൊരുത്തിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ, അത് അതിനേക്കാൾ അപകട. ഇങ്ങനെ അപകടങ്ങൾ ഘോഷയാത്രയാണ്. ഒന്നുകൂടെ പറയാണ്, അപകടങ്ങളുടെ ഘോഷയാത്രയാണ് ഈ അരുളപ്പാടിനകത്ത്. പക്ഷെ ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് ഒന്ന് കാണാൻ നമ്മുടെ കണ്ണൊന്ന് തുറക്കേണ്ടതുണ്ട് എന്നറിയുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചാൽ. ഒരു പ്രാവശ്യം കൂടെ പോരാ, ഒരു പ്രാവശ്യം കൂടെ. ഞാനത് കണ്ടോണ്ട് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപകടങ്ങളുടെ ഘോഷയാത്ര നിറഞ്ഞു നിൽക്കുന്ന ആ ഹൈവേയിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ അകത്ത് തന്നെ ചോദ്യങ്ങളുടെ കളിയാ. എന്താ കർത്താവ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്തോത്രം. കർത്താവ് ചിരിച്ചോണ്ട് പറയാ, പൊന്നു മോനെ സിറിലെ, ഗോ വിത്ത് യുവർ ഓട്ടോ റിക്ഷ അല്ലേ, നീ മുൻപോട്ട് പോ, ഗോ ഫോർവേഡ്, ഡോണ്ട് വറി. ഞാനല്ലേ നിന്നോട് പറഞ്ഞേ? ഞാനല്ലേ നിന്നോട് പറഞ്ഞത്? എന്താണ് ഇതിൻ്റെ പുനരിൽ ഉള്ളത്? എടുക്കാം. 2 രാജ 9-10 അധ്യായങ്ങൾ നമ്മുടെ മകത്ത് ആദ്യം വരണം. ഞാൻ ചെറിയ തോതിൽ ഒന്ന് ബോധ്യപ്പെടുത്തി തരാം, വായിച്ചാട്ട്. 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ മോൻ ഒന്ന് കാണിച്ചു കൊടുത്തേൻ. എലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞത്, അടുത്തത്, നീ അര കെട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലെയാദിലെ രാമോത്തിലേക്ക് പോക. ഇവിടെ ചിന്ത ഏറ്റവും വലുത് ഏലിയാവിനോടാ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്. ഏലിയാവ് മുഖാന്തരം അഭിഷേകം പ്രാപിച്ച എലീശയെ കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ദേ ഒരുത്തം വരുന്നുണ്ട്, അവനെ കാളെ തട്ടി വരിക, അവനെ അഭിഷേകം ചെയ്യാൻ. എടുത്തേൻ 1 രാജ 19. നിങ്ങൾ ആ അധ്യായത്തിൽ നിൽക്കണം, എങ്കിലേ മനസ്സിലാവൂ, എങ്കിലും ഇതൊക്കെ പിടികിട്ടുള്ളൂ. 19 എടുത്താട്ടെ. എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. 19-ാം വാക്യമായി 19-ാം വാക്യം. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ ഏലീശായെ കണ്ടെത്തി. ആമേൻ. അടുത്തത്, അവൻ 12 ഏർക്കാള പൂട്ടി ഉഴുപ്പിച്ചുകൊണ്ട് 12 ഏർക്കാളയുള്ള ഏലീശയെ അവിടെ വെച്ച് കണ്ടുമുട്ടി അഭിഷേകം ചെയ്തു. സ്തോത്രം. ഇതൊക്കെ സ്റ്റെപ്പായി നടന്നുകൊണ്ടിരിക്കുക. ഏലിയാവ് ദേ ഇരിക്കുന്നു, ഏലീശ അങ്ങ് അപ്പുറത്ത് സ്വരഗ്രാമ പേടകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ചില്ല? ഏലീശ ഒന്ന് വന്നേ മോനെ, സ്വരഗ്രാമ പേടകം. പ്രൈസ് ഗോഡ്. ഞാൻ അങ്ങനെ വിളിക്കുന്നുണ്ട്, പുള്ളിക്ക് ഒട്ടും വിഷമമില്ല, മുഖത്തെ പ്രസാദം കണ്ടു.
ഇതിനാണ് പ്ലേവേ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. ബിഎഡും എമ്മഡൊക്കെ പഠിച്ചവർക്ക് അറിയാം. ഇങ്ങോട്ട് വന്നാട്ടോ മോനെ. അത് പഠിപ്പിച്ചത് നമ്മുടെ യേശുവാണ്. ഒരു കുട്ടിയെ നിർത്തിയിട്ട് എന്താ പറഞ്ഞത്? ഇങ്ങനെയുള്ളവരുടെ തന്നെ സ്വർഗ്ഗരാജ്യം. ഇതൊക്കെ നമ്മുടെ കർത്താവിനെ കട്ടെടുത്തിരിക്കുന്ന ഈ നാട്ടുകാർ. ആർക്കും മനസ്സിലായില്ലേ? പ്ലേവേ മെത്തേഡൊക്കെ യേശുവിൽ നിന്ന് കട്ടെടുത്തതാ. ഹല്ലേലൂയ. ഞാൻ അതേ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരെന്താണ്? അല്ല അല്ല ഇദ്ദേഹത്തിൻ്റെ പേരെന്താ? ഏലീശ. ഏലീശ കാളയെ തട്ടി നടന്നതിൻ്റെ ലക്ഷണമൊക്കെ കാണാനുണ്ട്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. ഈ ഷട്ടിലേക്ക് നോക്കിയാൽ മതി നിങ്ങൾ. ഏലീശയെ ആരഭിഷേകം ചെയ്യുന്നു? ഏലിയാവ്. 2 കാര്യങ്ങളാണ് ദൈവം പറഞ്ഞത്. 1, യേഹൂവിനെ അഭിഷേകം ചെയ്യണം. 2, ഏലീശയെ അഭിഷേകം ചെയ്യണം. ഇതിൻ്റെ 2ൻ്റെയും പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. യേഹൂവിനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞിട്ട് പറയുക, നീ പോയി ഉടനെ കാളയെ തട്ടി നടന്ന പുള്ളിയായ ഏലീശയെ അഭിഷേകം ചെയ്യണം. എന്താ കാര്യം? ഇദ്ദേഹത്തെയാണ് യേഹൂവിനെ അഭിഷേകം ചെയ്യാൻ ദൈവം ഉപയോഗിക്കുന്നത്. ആ സ്റ്റെപ്സ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ആരെ ഉപയോഗിക്കുന്നത്? ഇദ്ദേഹത്തെ. അപ്പം നേരിട്ടല്ല ഈ പരിപാടി. ഏലിയാവ് ഏലീശയെ, ഏലീശ യേഹൂവിനെ. ഇനി 2 രാജ 9 വരണം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് വായിച്ചേ മക്കളെ ആ വാക്യം 9:1 മുതൽ. എലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞത്, നീ അരകെട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലെയാദിലെ രാമോത്തിലേക്ക് പോകാം. ഇവിടെ ഏലീശ രംഗത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ വിടുന്നു, സമയം നമുക്ക് വേണമല്ലോ. അടുത്തത്, അവിടെ എത്തിയ ശേഷം നിംഷിയുടെ മകനായ യഹോശാഫാത്തിന്റെ മകൻ യേഹൂ എവിടെ ഇരിക്കുന്നു? പട്ടാള ക്യാപ്റ്റന്മാരിരിക്കുന്നതിന് ഇടയിലാണ് ബഹുമാനപ്പെട്ട യേഹൂ ഇരിക്കുന്നത്. അവർ ഇടയിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്ന് ആരെ അഭിഷേകം ചെയ്യണം? അപ്പോൾ ഏലിയാവ്, ഏലീശ ശിഷ്യൻ, ദെൻ യേഹൂ അഭിഷേകം പ്രാപിക്കുന്നു. നിങ്ങൾ അത് കൃത്യമായി അറിഞ്ഞാലേ ഞാൻ പറയാൻ പോകുന്ന കാര്യം മനസ്സിലാകുള്ളൂ. എന്തുകൊണ്ടാണ് ദൈവം അത് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്? ചെയ്യിപ്പിച്ചതിന് കാരണമുണ്ട്. എടുക്കാം നമുക്ക്. 9-ാം അധ്യായം തന്നെ എടുത്താട്ടെ. നിങ്ങൾ എല്ലാ ഭാഗത്തേക്കും കടക്കാൻ സമയമില്ലെങ്കിലും ഒന്ന് എടുക്കണം. അതിൻ്റെ 22-ാം വാക്യം മുതൽ വായിച്ച മോനെ. യേഹൂവിനെ കണ്ടപ്പോൾ യോരാം യേഹൂവേ സമാധാനമോ എന്ന് ചോദിച്ചു. അതിന് യേഹൂ, നിന്റെ അമ്മയായ ഈസബേലിന്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനം എന്ന് പറഞ്ഞു. അപ്പോൾ യോരാം രഥം തിരിച്ചു ഓടിച്ചുകൊണ്ട് അഹസ്യാവോട്, അഹസ്യാവേ ഇത് ദ്രോഹം എന്ന് പറഞ്ഞു. യേഹൂ വില്ലുകുലച്ച് യോരാമിനെ ഭുജങ്ങളുടെ നടുവേ എയ്തു. ഒരു മിനിറ്റ് അവിടെ ചെന്ന് നിൽക്കുക. എന്നുണ്ടെങ്കിൽ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ യേഹൂ ആരെ അവസാനിപ്പിച്ചു? ഒന്ന് വായിച്ച്. ആരെ അവസാനിപ്പിച്ചത്? യോരാമിനെ. ഇനി 1.5 മണിക്കൂർ ചരിത്രം പറയാൻ കിടക്കുകയാണ്. അതെല്ലാം കൂടെ ഒരു വാക്യത്തിൽ നിർത്താം. അപ്പോൾ ദൂതിലേക്ക് പെട്ടെന്ന് കയറാം. എടുക്കും. 2 ദിനവൃത്താന്തം 22-ാം അധ്യായം 7-ാം വാക്യത്തിൽ. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കും. 2 ദിനവൃത്താന്തം 7 വായിച്ചാട്ടെ എല്ലാവരും. യോരാമിന്റെ അടുക്കൽ ചെന്നത് അഹസ്യാവിന് ദൈവഹിതത്താൽ നാശഹേതുവായി ഭവിച്ചു. അവൻ ചെന്ന സമയം ആഹാബ് ഗൃഹത്തിന് നിർമൂലനാശം വരുത്തുവാൻ. അല്ല, ആ വാക്ക് ആഹാബ് ഒന്ന് പറഞ്ഞേ. ആഹാബ് ഗൃഹത്വം. ഗൃഹം എന്നവിടെ പറയുന്നത് സർക്കാരാണ്. 7 സർക്കാരാണ് ഇസ്രായേലിൽ. അതിൽ 4-ാമത്തെ സർക്കാരാണിത്. 3-ാമത്തെ. ആഹാബ് സർക്കാരിനെ നിർമൂലനാശം ചെയ്യുവാനാണ് യഹോവ യേഹൂവിനെ അഭിഷേകം ചെയ്തത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അറസ്റ്റ് ചെയ്യാൻ വരുന്ന യേഹൂവിനെ അഭിഷേകം ചെയ്യാനാണ് ദൈവത്തിന്റെ പദ്ധതി. അതിന്റെ പുറകിൽ ഒരു സർക്കാരിനെ മൊത്തം വേരോടെ പറിച്ചു കളയുന്ന അഭിഷേക ശക്തി ഉണ്ടെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അല്പം കൂടെ ഉയർന്നു ചിന്തിക്കുന്നവർക്കറിയാം, ആ രാജ്യത്തെ മുഴുവൻ മുടിച്ചു കളയുന്ന ആധിപത്യത്തിൻ്റെ ശക്തി വേരോടെ പറിച്ചു കളയാൻ ഏലിയാവിനെ ഇല്ലാതാക്കാൻ നോക്കിയ
ആ ഗവൺമെന്റിന്റെ ശക്തി വേരോടെ പറിച്ചു കളയുവാൻ ദൈവം തുടക്കം വെച്ചതാണ് 19-ാം അധ്യായം എന്ന് അറിയുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ആമേൻ, ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില ആധിപത്യ ശക്തികൾ വേരോടെ പറഞ്ഞു മാറുവാൻ അഭിഷേകം അതിന്റെ ചാലക ചൈതന്യ ശക്തിയോടെ രംഗത്ത് വരികയാണെന്ന് അറിവുള്ളവർ കൈയടിച്ചോ കരമുയർത്തിയോ ശക്തമായി ദൈവത്തെ സ്തുതിച്ചു പറ. അതിന്റെ ചാലക ശക്തി, ചൈതന്യ ശക്തി വേരോടെ പറിച്ചു കളയുവാൻ, വേരോടെ പറിച്ചു കളയുവാൻ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന ആധിപത്യ ശക്തിയെ വേരോടെ പറിച്ചു കളയുവാൻ എന്റെ ദൈവം തയ്യാറാണ് എന്നറിയുന്നവരെല്ലാം കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചാൽ. ഉടബല ഭക്ഷല ബണ്ടല ബണ്ടല കന്തല ബണ്ടല ഉട്ട പടവൽ കടക. നിന്റെ ഭവനത്തിൽ നൃത്തം വയ്ക്കുന്ന പൈശാചിക വാഴ്ച വീഴ്ച വേരോടെ പറിച്ചു മാറ്റാൻ എന്റെ ദൈവം അഭിഷേകത്തിന്റെ ചാലക ശക്തി അയക്കും. ഉറപ്പുണ്ടെങ്കിൽ കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചു പറ. ഉവ്വ്, എന്റെ ഭവനത്തിൽ അത് നടക്കും, എന്റെ ഓഫീസിൽ അത് നടക്കും, എന്റെ ബിസിനസ്സിൽ അത് നടക്കും, എന്റെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷനിൽ അത് നടക്കും. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. ശത്രു എന്നിവിടെ പറയുന്നത് വ്യക്തിയെ ആയി കണക്കാക്കരുത്. കാരണം നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടമില്ല. എങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിനെതിരെ ചില വാഴ്ചകൾ രംഗത്ത് വന്ന് പ്ലാറ്റ്ഫോം നിങ്ങളുടെ വീട്ടിൽ ഉറപ്പിക്കാൻ നോക്കിയാൽ, തലമുറകൾക്കെതിരെ അവരായിരിക്കുന്ന സ്ഥാനത്ത് ഒരു പ്ലാറ്റ്ഫോം ഉറപ്പിക്കാൻ നോക്കിയാൽ, ആ ആധിപത്യം വേരോടെ പോയാൽ വലിയൊരു വിടുതൽ അവിടെ കാണുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? വലിയൊരു വിടുതൽ ഇന്ന് രാത്രി അഭിഷേകത്താൽ കാണും. അപ്പൊ ആ തൈലം ആനന്ദിപ്പിക്കുമോ? അഭിഷേക തൈലം ആനന്ദിപ്പിക്കുമോ? ഇപ്പോൾ ആരില്ല? ആഹാബിന്റെ കുടുംബം ഇല്ല, സർക്കാരില്ല, ആ ഗവൺമെന്റ് ഇല്ല. പക്ഷെ ഇപ്പോഴും ഏലിയാവ് ചത്തിട്ടില്ല. ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോൻ അങ്ങനെ പറയാൻ. കാരണം നാട്ടുകാർ പറയുന്നത് ഏലിയാവ് ചത്തുന്നാ, കൊല്ലും അല്ലേ? പക്ഷെ ഏലിയാവ് മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവിച്ചിരിക്കുക. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ വലിയൊരു വിടുതൽ നിങ്ങളോട് ബന്ധപ്പെട്ട് വരണം എന്നാഗ്രഹിക്കുന്നുണ്ട്? നിന്നെ അറസ്റ്റ് ചെയ്തേ അടങ്ങൂ എന്ന് പറയുന്ന ആധിപത്യമുള്ള വലിയ വാഴ്ചകളെ എന്നെ തമ്പുരാൻ അറസ്റ്റ് ചെയ്യും. അതിന് ചില ഏലിയാവുമാരെ, ഏലീശമാരെ, ശിഷ്യന്മാരെ എൻ്റെ ദൈവം അഭിഷേകത്താൽ എഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചാട്ട്. ആ വിടുതൽ വേണ്ടത് എൻ്റെ ജീവിതത്തിലാണെന്ന്, ആ വിടുതൽ വേണ്ടത് എൻ്റെ ജീവിതത്തിലാണെന്ന് ആവശ്യമുള്ളവർ മാത്രം കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ആ ഡെലിവറൻസ് ഫോർ മീ, എനിക്ക് വേണ്ടിയാണ് വേണ്ടത്, എന്നോട് ബന്ധപ്പെട്ടാണ്, റിലേറ്റഡ് ടു മീ. അങ്ങനെയുള്ളവർ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തോടൊന്ന് പറഞ്ഞ് ദൈവമേ, ആധിപത്യ വാഴ്ചയുടെ വല്ലാത്ത രൂപങ്ങൾ എന്നെ വിറപ്പിക്കുന്നുണ്ട്, എന്നെ ചിന്തിപ്പിക്കുന്നുണ്ട്, എൻ്റെ സന്തോഷം കെടുത്തുന്നുണ്ട്, എൻ്റെ ആരാധനയെ നിർത്തലാക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ആ വാഴ്ചകളുടെ വേര് പൊട്ടിക്കുന്ന അഭിഷേകത്തിന്റെ പരിപാടി സ്വർഗം ഇന്ന് എനിക്ക് വേണ്ടി നടത്തുമെന്ന് ഞാൻ അറിയുന്നു. ഐ ബിലീവ് ഇറ്റ്. ഉറപ്പുള്ളവരെല്ലാം കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ, ശക്തമായി ആരാധിച്ചാട്ടെ. ധൈര്യമായി ആരാധിച്ചാട്ടെ. അതിന്റെ വേര് പറിക്കാൻ സമയമായി, വേര് പറിക്കാൻ സമയമായി, വേര് പറിക്കാൻ സമയമായി. ജുണ്ടൽ കന്തൽ ബൗഡലവട്ടം പടബൽ കടക ബീബലഗന്ധ ബൗഡാജാന ദൈഡാജാല റൈഡിബി ഖൈഡസ്. ഇവിടുന്ന് ഒരു 10-11 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു സഭയിൽ
പകൽ ഒരു ദൂത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഇപ്പോൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സമയം 12:30 ആകുന്നു. ഇപ്പോഴല്ല, തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ അന്നത്തെ കാര്യം പറയുന്നത്. 1 മണിക്ക് യോഗം നിൽക്കണം, 1 മണിക്ക് പ്രാർത്ഥിച്ചാൽ പോരെ. പക്ഷെ കർത്താവ് പറഞ്ഞു ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം തന്നെ പാസ്റ്റർ ഞാനും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ആ സഭയുടെ സെക്രട്ടറി കഠിന വേദനയിലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞ് ഒരുവൻ അവിടെ കാണിച്ചു കൂട്ടുന്ന രംഗങ്ങൾ പറയുന്നില്ല, പത്രത്തിൽ വരെ വന്നു. അത്രയും പറഞ്ഞ് അവിടെ നിർത്തട്ടെ. ഈ പ്രാർത്ഥന കഴിഞ്ഞ വശം സെക്രട്ടറിയുടെ ഫോൺ റിങ് ചെയ്യുന്നു. സൈലൻറ്റില്ല, പക്ഷെ വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് അറിയാൻ പറ്റുമായിരുന്നു. പുള്ളിയെടുത്ത് നോക്കിയപ്പോൾ തൊട്ട അയൽവാസിയെ വിളിക്കുന്നത്. അദ്ദേഹം തിരിച്ച് വിളിച്ചില്ല, നീറ്റ് കിടക്കല്ലേ. 5-ാം തവണ വീണ്ടും വിളിച്ചപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി ചോദിച്ചു, വാട്ട് ഹാപ്പൻസ്? നിങ്ങൾക്കെതിരെ ആഭിചാരം ചെയ്ത് നിങ്ങളെ കഠിനമായി വേദനിപ്പിക്കുന്ന വ്യക്തി നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു ആക്സിഡൻറ്റിൽ കിടക്കുകയാണ്, അദ്ദേഹത്തിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. നിങ്ങളറിയണം, വേരോടെ പിഴുതേ നിന്നെ അവസാനിപ്പിച്ചേ നിന്നെ കുറിച്ച് പറയുന്നത്, അവസാനിപ്പിച്ചേ ഞാൻ അടങ്ങും, നിന്നെ അവസാനിപ്പിച്ചേ ഞാൻ അടങ്ങും എന്ന് പ്രഖ്യാപിക്കുന്ന ലോകമുണ്ടെങ്കിൽ അവരറിയണം, നിങ്ങളെ നയിക്കുന്ന പിശാചിനെ, അവൻ്റെ വാഴ്ചയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കും ബാധകമായി വരുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? നടന്ന സംഭവമാണ്. ഇന്ന് രാത്രി ചില വ്യക്തികളുടെ കെട്ടുകൾ അഴിയാൻ, അവർക്ക് നേരെയുള്ള ആധിപത്യ ശക്തിയുടെ വ്യാപാരം അറസ്റ്റ് ചെയ്യാൻ അഭിഷേകത്താൽ ദൈവം തയ്യാറായിരിക്കുക. തലയ്ക്ക് മീതെ ഓളങ്ങൾ നിന്ന് നമ്മെ ഇല്ലാതാക്കുമെന്ന് വിധിക്കുന്നവർക്ക് നേരെ നമുക്ക് ഒരു ദോഷവും പറയാനില്ല. അറിഞ്ഞിരിക്കണം, നമുക്ക് അവരെ സ്നേഹിക്കാനേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അവർക്കെതിരെയല്ല, ആധിപത്യ പൈശാചിക ശക്തികൾക്കെതിരെയാണ്. വ്യക്തികൾക്കെതിരെ പ്രാർത്ഥിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല, അവരെ സ്നേഹിക്കാനാണ് വ്യവസ്ഥ. എന്നാൽ നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് നമുക്കെതിരെ എഴുന്നേറ്റിരിക്കുന്ന ആധിപത്യ ശക്തി പൈശാചികമാണെന്ന് എഫേസ്യർ 6 എഴുതിയിരിക്കുന്നു. ആമേൻ. ആ ശക്തിയെ അറസ്റ്റ് ചെയ്യുന്ന ദൈവകൃപയുടെ അഭിഷേക ചലനം ഈ മീറ്റിങ്ങിൽ ഇവിടെ കാണണമെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. ഒരു വ്യക്തിയെയും ശത്രുവായി കാണാതെ, ഒരൊറ്റ വ്യക്തികളെ ശത്രുവായി കാണാതെ, പൈശാചിക സേനകളെ ഇന്ന് രാത്രി മുമ്പിൽ കണ്ടുകൊണ്ട് വ്യക്തമായി വേരോടെ പിഴുതെറിയുന്ന അഭിഷേകത്തിൻ്റെ ശക്തി ഈ ഹോളിൽ ഇപ്പോൾ വ്യാപരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. ശത്രുനാശം നമ്മുടെ ചിന്തയല്ല വ്യക്തികളോട് ബന്ധപ്പെട്ട്, എന്ന പൈശാചിക നാശം നമ്മുടെ ചിന്തയാണ്. ഈ വിവരം അറിഞ്ഞ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് പ്രാർത്ഥിക്കാൻ പറ്റും? ഇവിടെ നമ്മൾ ഒന്നിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോവുക. ആമേൻ, ആമേൻ. റിസൾട്ടുള്ള ഉപവാസ പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. റിസൾട്ടുള്ള ഉപവാസ പ്രാർത്ഥനയാണ്. എനിക്കെതിരെ ഗോപകുമാർ എഴുന്നേറ്റിട്ടുണ്ട്, ഗോപകുമാറിനെ നശിപ്പിക്കണം എന്ന ഒരാഗ്രഹം പോലും എൻ്റെ അകത്ത് വരാൻ പാടില്ല. ഗോപകുമാറിൻ്റെ കെട്ടഴിഞ്ഞ് ഗോപകുമാർ യേശുവിനെ കാണണമെന്ന് ആഗ്രഹിക്കേണ്ടത്. ആമേൻ, ആമേൻ. ഗോപകുമാറിനെ നയിക്കുന്ന ഏതെങ്കിലും പൈശാചിക ശക്തികളുണ്ടെങ്കിൽ അവർ ഇന്ന് അറസ്റ്റ് വരിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച. ദീപൽ കന്ദേ ബാനക ജഗതൽ കൈഡൽ കൈഡ രിംബപക്ഷം പടബൽ കടക ദൈഡാജാന ശംദൽ പ്രൗഢ ജാനക ജഗത. ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് അറിയിക്കുന്ന ചില
അടയാളങ്ങൾ ഇവിടെ കാണിച്ചെന്ന് വരും. ഈ ലോകത്തിൽ അത് ദൈവം കാണിക്കാറുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ അതിന്റെ അടയാളങ്ങൾ വെളിപ്പെടും. നമ്മൾ പഠിച്ച പശ്ചാത്തലം ഏലിയാവും ആഹാബും അംബാസിഡറും യേഹൂവും ഏലീശയും എല്ലാവരും കൂടെ ഉണ്ടല്ലോ. ഒപ്പം മൂന്നാമത്തെ സർക്കാർ മുഴുവൻ ആധിപത്യത്തോടെ ഇല്ലാതായിരിക്കുക ഒരു വ്യക്തിയെ ദൈവം അഭിഷേകം ചെയ്തപ്പോൾ. എന്നെനിക്ക് ഇവിടെ പറയാനുള്ള ഒരു കൊച്ചു കാര്യം കൂടിയുണ്ട് എന്നെ ഏൽപ്പിച്ചത്. അറിയണ്ടേ? നമുക്കെടുക്കാം 2 രാജാക്കന്മാരുടെ പുസ്തകം. എല്ലാവരും എടുക്കണേ. 2 രാജാക്കന്മാരുടെ പുസ്തകം. 10-ാം അധ്യായം എടുത്താട്ടെ. അതിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ കാണിച്ചു കൊടുക്കുമോനെ. എല്ലാവരും എഴുതി വെക്കണം. നിങ്ങളിതൊക്കെ കൃത്യമായി പഠിക്കണം. ഇങ്ങനെ യേഹൂ ബാലിനെ ഇസ്രായേലിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. എങ്കിലും ബഥേലിലും ദാനിലും ഉണ്ടായിരുന്ന പൊൻകാളക്കുട്ടികളെ കൊണ്ട് ഇസ്രായേലിനെ പാപം ചെയ്യുമാറാക്കിയ നെബാത്തിന്റെ മകനായ യെരോബയാമിന്റെ പാപങ്ങളെ യേഹൂ വിട്ടുമാറിയില്ല. ഒന്നുകൂടെ വായിക്കാമോ മക്കളെ? ഒന്നുകൂടെ നന്നായി വായിക്കുന്നുണ്ട്. സന്തോഷം. ഭംഗിയായിട്ട് വായിച്ചതിന് നന്ദിയുണ്ട്. ഒന്നുകൂടെ വായിക്കണം എല്ലാവരും. എങ്കിലും ബഥേലിലും എല്ലാവരും വായിച്ചില്ലല്ലേ? ഒന്നുകൂടെ പറഞ്ഞേ. എങ്കിലും എന്തൊക്കെ ചെയ്തു? ഒരു വലിയ സർക്കാരിന്റെ ആധിപത്യം വേരോടെ പിഴുതെറിഞ്ഞെങ്കിലും, വലിയ ചില ശുശ്രൂഷകൾ ഉപവാസ പ്രാർത്ഥനയിൽ നടന്നാലെങ്കിലും നടക്കുന്നു. എങ്കിലും അടുത്തൊരു പരിപാടി, ഉള്ളിൽ നിന്ന് ചിലര് പാപം വിട്ടുമാറുന്നില്ല. കേട്ടില്ലല്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇനി ആ വാക്യത്തിന്റെ തുടക്കവാചകം മാത്രം ഒന്ന് മോള് വായിച്ച് എല്ലാവരും നോക്കണം അതിലേക്ക്. എങ്കിലും ബഥേലിലും ദാനിലും ഉണ്ടായിരുന്ന പൊൻകാളക്കുട്ടികളെ കൊണ്ട്. അതന്നെ, വലിയ അത്ഭുതങ്ങളുടെ മിനിസ്റ്ററി ഒക്കെ നടത്തും, പക്ഷെ വിഗ്രഹം എടുത്ത് മാറ്റില്ല. ഞാൻ പറഞ്ഞു കേട്ടില്ലേ? വലിയ അത്ഭുതങ്ങളുടെ മിനിസ്റ്ററി ഒക്കെ നടത്തും, പക്ഷെ എന്ത് മാറ്റില്ല? ബഥേലിലും ദാനിലും ഉണ്ടായിരുന്ന പൊൻകാളക്കുട്ടി എടുത്ത് മാറ്റില്ല. ഞങ്ങളുടെയൊക്കെ പള്ളികളിലും ചർച്ചകളിലൊക്കെ ബഡ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ പള്ളികളിലും ചർച്ചകളിലൊക്കെ വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ കൺവെൻഷനിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും എന്ത് മാറ്റില്ല? ആ പണി പറ്റില്ല. അത്ഭുതങ്ങൾ നടത്താൻ ദൈവം തയ്യാറാണ്. യേശുവിൻ്റെ നാമം ഉപയോഗിച്ചാൽ നടക്കും. പക്ഷേ ഇതും കൂടെ മാറ്റണം. മറിഞ്ഞവരെല്ലാം ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ നമുക്ക്? ആ വാക്യം നിർത്തി വായിക്കണം കേട്ടോ. ഈ മോള് ഒന്നുകൂടെ വായിച്ചോട്ടെ അല്ലേ? മൈക്കിലൂടെ ഒന്ന് വായിച്ച മക്കളെ. എങ്കിലും ബഥേലിലും ദാനിലും ഉണ്ടായിരുന്ന പൊൻകാളക്കുട്ടികളെ കൊണ്ട് ഇസ്രായേലിനെ പാപം ചെയ്യുമാറാക്കിയ. ഒരു സമൂഹത്തെ പാപം ചെയ്യുമാറാക്കുന്ന ഒരു പ്രോഗ്രാം ഉള്ളിലുണ്ട്. അത് വലിയ ഗ്രൂപ്പുകൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഒരു സമൂഹത്തെ കൊണ്ട് പാപം ജയിക്കുന്ന എന്താ? വിഗ്രഹം വെച്ചിട്ടാ. അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വീരപ്രവർത്തികളുണ്ട്. എങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാപങ്ങൾ നൃത്തം ചെയ്യുന്ന ഒരു പ്രോഗ്രാമും വേണ്ടെന്ന് വെക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. നമുക്ക് വായിക്കുന്നതിന് ഒന്നുകൂടെ വായിക്കാല്ലേ ഗോപകുമാർ? കുഴപ്പമില്ലല്ലോ. ഒന്നുകൂടെ വായിച്ച മോളെ. എല്ലാവരും വായിക്കുന്നത് കാണണേ, കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. എങ്കിലും ബഥേലിലും ദാനിലും ഉണ്ടായിരുന്ന പൊൻകാളക്കുട്ടികളെ കൊണ്ട് ഇസ്രായേലിനെ പാപം ചെയ്യുമാറാക്കിയ. ആരെ? ഇസ്രായേലിനെ. ഒരു സമൂഹത്തെ മുഴുവനും പാപം ചെയ്യുമാറാക്കുന്ന പ്രൊജക്റ്റ് എടുത്തു മാറ്റണം. അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നാൽ പോരാ. അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നാൽ മാത്രം പോരാ. ഒരു ഗവൺമെന്റിന്റെ ആധിപത്യം വേരോടെ പിഴുതെറിഞ്ഞാൽ മാത്രം പോരാ. നിങ്ങളുടെ അകത്തുള്ള പാപം ചെയ്യുമാറാക്കുന്ന വശ്യശക്തി പിഴുതെറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്?
സിൻ ഓഫ് ഒമിഷൻ, സിൻ ഓഫ് കമ്മീഷൻ. ഉറക്കെ പറഞ്ഞല്ലേ വരും? പറഞ്ഞോളൂ. നിങ്ങൾ ഇംഗ്ലീഷുകാരാണ് നേരത്തെ തെളിയിച്ചതാ അല്ലേ? മൈക്ക് തെളിവാ, ഓർഗൻ തെളിവാ, കീബോർഡ് തെളിവാ. സ്തോത്രം. അതുകൊണ്ട് ഇംഗ്ലീഷുകാരായി നിങ്ങളൊന്ന് പറഞ്ഞേ, സിൻ ഓഫ് ഒമിഷൻ, സിൻ ഓഫ് കമ്മീഷൻ. ഒന്ന് പറഞ്ഞേ. പോരാ, സഹോദരന്മാർ മാത്രം. ഇന്ന് ചായ കുടിച്ചില്ലേ നിങ്ങൾ? സഹോദരിമാർ മാത്രം. ഈ ഇവിടെ ഇരിക്കുന്ന ഈ നിര നല്ല ടോപ്പായിട്ടാണ് പറയുന്നത്. പ്രീസലോ, കൺഗ്രാജുലേഷൻ മക്കളെ. ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. സിൻ ഓഫ് ഒമിഷൻ, സിൻ ഓഫ് കമ്മീഷൻ. ഹോശിയ പുസ്തകം നിങ്ങൾ എടുക്കണം. ഞാൻ ഇന്ന് പറഞ്ഞത്, നിങ്ങൾ രാവിലെ 6 മണി വരെ ഇരിക്കുകയാണെങ്കിൽ ഒറ്റ ടോപ്പിക്കിൻ്റെ ആഴത്തിലേക്ക് എത്തും. സ്തോത്രം. തുടങ്ങിയിട്ടുള്ളൂ എൻ്റെ കോപം മാറി. ഫ്രീസ് ഗോഡ്. 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം മാത്രം തൽക്കാലം വായിക്കണം. പിന്നെ നമുക്ക് വിശദമായി സംസാരിക്കാം. വായിച്ചു. യഹോവ അവനോട്, അവന് ഇസ്രായേൽ എന്ന് പേർ വിളിക്കുക. ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രായേലിന്റെ രക്തപാതകങ്ങളെ യേഹൂ ഗൃഹത്തോട് സന്ദർശിച്ചു. യേഹൂ ഗൃഹത്തോട്. ഈ വാക്യം വായിച്ചില്ലല്ലേ എല്ലാവരും? ഈ പ്രവചനഭാഗം എല്ലാവരും മറക്കുക. നമ്മുടെ ഇടയിലെ രാഷ്ട്രീയ കളികളും നമ്മുടെ ഇടയിലെ ലോകത്തോട് ലയിച്ചുള്ള പശ്ചാത്തല പാപ തരംഗങ്ങളും തളച്ചിടാൻ പറ്റണം ദൈവത്തിൻ്റെ വചനത്താൽ എന്നറിയുന്നവർ എത്ര പേരുണ്ട്? വിഗ്രഹങ്ങളെ എടുത്ത് മാറ്റാൻ താല്പര്യം എത്ര പേരുണ്ട്? ഒരു നല്ല ഹല്ലേലൂയ പറയാൻ സന്തോഷമുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഹല്ലേലൂയൊക്കെ താണു പോകുന്നു. പറ്റില്ല. അന്തർഭാഗത്ത് നിന്ന് പാപങ്ങൾ പിഴുതെറിയണമെന്ന് എൻ്റെ ദൈവം നമ്മോട് ശക്തമായി വാദിക്കുകയാണ്. മിനിസ്ട്രിയുടെ ബഹളം മാത്രം പോരാ, മിനിസ്ട്രിയുടെ ഡെലിവറൻസ് മാത്രം പോരാ. അത് തെറ്റാണെന്നല്ല, തെറ്റല്ല, അത് ശരിയാണ്. പക്ഷെ അതോടൊപ്പം എന്ത് കളയണം? ശ്രദ്ധിച്ചേ, രക്തപാതകങ്ങളെ. ഇതിൻ്റെയൊക്കെ റീസൺ പറയണമെങ്കിൽ ആഴത്തിൽ പഠിക്കാനുണ്ട്. ഹോശേയ വർഷങ്ങളായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവദാസനാണ്. അപ്പം നമ്മൾ ഒരു ഭാഗത്ത് ഹിമാലയ രൂപത്തിൽ മിനിസ്ട്രി നടത്തുന്നു, മറുഭാഗത്ത് എവറസ്റ്റ് രൂപത്തിൽ പാപം ചെയ്യുന്നു. പിടികിട്ടിയില്ല. ഹിമാലയ രൂപത്തിൽ മിനിസ്ട്രി അതെല്ലായിടത്തും എവിടെ വരുന്നുണ്ട്? മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. അപ്പുറത്ത് എവറസ്റ്റ് രൂപത്തിൽ പാപം തലപൊക്കി നിൽക്കാൻ അനുവദിക്കുന്നുമുണ്ട്. ഇത് രണ്ടും ഒന്ന് തളച്ചിടണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? തളച്ചിടണം. എൻ്റെ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിലേക്ക് കയറാൻ ആഗ്രഹമുള്ളവർ മാത്രം കൈമലർത്തിയാൽ മതി. ആഗ്രഹമുള്ളവർ മാത്രം കൈമലർത്തിയാൽ മതി. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മുടെ തോമാച്ചൻ കാണിച്ച മാതൃക നല്ലതാണ്. നെഞ്ചത്ത് കൈവച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചത്. നമുക്ക് ഒന്നിച്ച് നമ്മളെ നെഞ്ചത്ത് കൈവച്ച് നമ്മുടെ കണ്ണുകളൊന്ന് മൂടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, ഞങ്ങൾക്കെതിരായി എഴുന്നേൽക്കുന്ന ആധിപത്യത്തിൻ്റെ ശക്തി വേരോടെ പിഴുതെറിയണമെന്ന് ഞങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചു. അത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. അതിനോടൊപ്പം ഞങ്ങളുടെ അകത്ത് വേരൂന്നാൻ നോക്കുന്ന പാപത്തിൻ്റെ ശക്തിയും വേരോടെ പിഴുതു മാറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാണ്. സന്തോഷത്തോടെ ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകുമോ? ചേർന്ന് പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? എൻ്റെ ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാൻ ഇനി. ഒരുമിച്ച്
എൻ്റെ ദൈവത്തെ പൈതലാ ജീവിക്കും ഞാനിനി. ആ വരികളൊന്നോട് പറഞ്ഞേ. എൻ്റെ ദൈവത്തെ പൈതലായി ജീവിക്കും ഞാനിനി. ചെയ്യുന്ന പാപവും ചെയ്യാത്ത പാപമുണ്ട്. ദശാംശം നൽകണമെന്ന് പഴയ നിയമത്തിൽ, അതിനേക്കാൾ കൂടുതൽ നൽകണമെന്ന് പുതിയ നിയമത്തിൽ. കൊടുക്കാത്തവരുണ്ടെങ്കിൽ അവരാരാണ്? ചെയ്യാത്ത പാപ. സ്വത്രം പറയാൻ വിഷമമുള്ളൊരു സ്വത്രം പറയണ്ട കേട്ടോ. കർത്താവിന് വേണ്ടി കൊടുക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്, അതിന് വ്യവസ്ഥകളുണ്ട്. പഴയ നിയമത്തിലാണെങ്കിൽ 10-1, പുതിയ നിയമത്തിലാണെങ്കിൽ ഓഹരി കൊടുക്കണതാണ്. കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യണം? ഒഴിയുമാറുകയല്ല, ഇപ്പം തന്നെ പറഞ്ഞ കർത്താവേ ഞാൻ കള്ളനാണ്. കേട്ടില്ല, ഞാനത് ചെയ്യാത്തതുകൊണ്ട് കള്ളനാണ്. ഇന്ന് ആ കള്ളൻ എന്ന വിളി പൊളിച്ച് കളയുകയാണ് ഞാൻ. സ്തോത്രം വരാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായി കൃത്യമായി എവിടേക്കോ ഒരു ആക്ഷൻ വരുന്നുണ്ട്, ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഏമേൻ, നല്ലത്, വിജയിച്ചു. ഒരു ചെറിയ ചോദ്യമല്ല ഇവിടെ പറയുന്നത്. ചെയ്യാത്ത പാപം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതാണ് പാപം. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത്, ചെയ്യരുതാത്തത് ചെയ്യുന്നതാണ് അടുത്ത പാപം. ചെയ്യരുതാത്തത് ചെയ്യുന്നതാണ് അടുത്ത പാപം. ഇത് രണ്ടും നമ്മൾ പാലൂട്ടി വളർത്തുക. അതിൻ്റെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇച്ചിരി പാല് കൊടുക്കും, ഉച്ചയ്ക്ക് ഇച്ചിരി പാല് കൊടുക്കും, വൈകിട്ട് പാല് കൊടുക്കും. ഒരു ഫോൺ വന്നാൽ മതി, അടുത്ത ഒരു പഴം കൊടുക്കും. കേട്ടില്ല. പിന്നെ വാട്സപ്പിൽ മെസ്സേജ് കിട്ടിയാൽ പൊടി പൂരം, നല്ല പായസം വരെ കൊടുക്കും നമ്മൾ. ഞാൻ എത്രയൊക്കെ പറഞ്ഞാൽ പോരെ? എന്താ തോമാച്ച, എത്രയൊക്കെ പറഞ്ഞാൽ പോരെ? മനസ്സിലാകുന്നില്ലല്ലോ അവർക്കും. തോമാച്ചനെങ്കിലും മനസ്സിലാവുന്നുണ്ട്. ഞാനിത് പറയുന്നത് ശരിയായ വിടുതൽ നടക്കാത്തതിൻ്റെ റീസൺ എന്താണ് ഒന്ന് പറഞ്ഞല്ലേ. ഒരു ശരിയായ വിടുതൽ ഒന്ന് ഉറക്കെ പറഞ്ഞേ. നടക്കാത്തതിൻ്റെ റീസൺ എന്താ? രണ്ട് ഭാഗം ഒരുപോലെ നമ്മൾ ചികിത്സിക്കുന്നില്ല. സ്തോത്രം. അഭിഷേകത്തിൻ്റെ ശക്തി ദൈവം വെളിപ്പെടുത്തുന്നതാണ് ശാരീരിക വിടുതലുകൾ, മാനസിക വിടുതലുകൾ, ആത്മിക വിടുതലുകൾ. അത് ശക്തി വെളിപ്പെടുത്തുന്ന പവർ ഓഫ് അനോയിന്റിങ്. പക്ഷെ രണ്ടാമത്തെ ഉണ്ടല്ലോ, അപ്പുറത്ത് നീ ചിന്തിക്കണം, പാപം കൂടെ പിഴുതെറിഞ്ഞെങ്കിലേ ഇതിൻ്റെ വലിയ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അത് ആഗ്രഹിക്കുന്നവരെ കൈയൊന്ന് മലർത്തിയിട്ട് പറയാൻ പറ്റുമോ? എൻ്റെ അകത്തെ അഹങ്കാരം, എൻ്റെ അകത്തെ പാപപ്രവൃത്തികൾ, വ്യഭിചാര ചിന്തകൾ, എൻ്റെ അകത്തുള്ള അഹങ്കാര ചിന്തകളുടെ അടുത്ത വൃത്തങ്ങൾ കയറി വരികയാണ്. അല്പം ഡോളറും മാർക്കും ദിനാറും റിയാലൊക്കെ കയറി കഴിഞ്ഞപ്പോഴേക്കും സംഗതി എല്ലാം മാറി. പിന്നെ റിയൽ ചിത്രത്തിൽ നിന്ന് മാറി. കേട്ടില്ലേ? ഞാൻ നിങ്ങളുടെ കാര്യമല്ല, നിങ്ങളുടെ ഇടയിലിരിക്കുന്നവരോടല്ലേ ഈ ദൂത് പറയുന്നത്. ആർക്കും മനസ്സിലായില്ല ആ വാക്ക്? നിങ്ങളൊക്കെ ഡീസൻ്റ് ആളുകളല്ലേ. പക്ഷെ ഇടയിലിരിക്കുന്നവർ പറയുന്നുണ്ട്, പാസ് ഇത് എന്നോട് തന്നെയാണ് പാസ് പറയുന്നത്. അവരോടാണ് ഞാനീ പറയുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് അത്ഭുതങ്ങൾ നടക്കണം അഭിഷേകത്താൽ, അതിൽ ആനന്ദം വരണം. രണ്ടാമത്തെ ആനന്ദമാണ് സ്ഥിരമായ ആനന്ദം. എൻ്റെ അകത്തുനിന്ന് പാപത്തിൻ്റെ എല്ലാ ബ്രാഞ്ചസും പിഴുതുമാറ്റപ്പെടണമെന്നുള്ളതാണ് രണ്ടാമത്തെ ആനന്ദം. ഇത് രണ്ടും ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. ഞാനീ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുകയാണ്. രണ്ടാനന്ദങ്ങൾ ഒരുമിച്ച്. ഏതൊക്കെയാണ്? അഭിഷേകത്താൽ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും നടക്കുമ്പോൾ വിടുതലാണ്, അത് ആനന്ദമാണ്. എന്നാൽ രണ്ടാമത്തേത് അതല്ല. അന്തർഭാഗത്ത് നിന്ന് പാപ ചിന്തകളെ പിഴുതെറിയുന്നതാണ് രണ്ടാമത്തേത്. ഇത് രണ്ടും ഒന്നിക്കുമ്പോഴാണ് ശരിക്കും ആനന്ദ തൈലത്തിൻ്റെ ഉപയോഗം വരികയുള്ളൂ. ആമേൻ, ആമേൻ, ആമേൻ. അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചാൽ.
രണ്ടാമത്തെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ സ്തോത്രത്തിൻ്റെ ഒക്കെ കനം കുറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയയുടെ ഒക്കെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അവിടെ കൂടുകയാണ് വേണ്ടതെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? 106 4 5 കൊണ്ടൊന്ന് വായിക്കണം. 106 നിങ്ങൾക്കറിയാമല്ലോ, ഫിലിമോൻ്റെ ലേഖനത്തിലല്ലേ 106. എല്ലാവരും പുതിയ നിയമം എടുക്കുന്ന പോലെ എനിക്ക് തോന്നി. വായിച്ചാട്ടെ. യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും. എന്താ? നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും. ഞാനോ? നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ. അപ്പൊ കാണാൻ പറ്റാത്ത പരിപാടിയുണ്ടോ? എത്ര പേർക്ക് ഞായറാഴ്ച സഭായത്തിന് വരുമ്പോഴേ ഇങ്ങോട്ട് നോക്കിയേ, ഫ്രീസ്, ഈ വായിക്കുന്ന മോളുടെ പേരെന്താ പറഞ്ഞ്? മോളൊന്നല്ല, അമ്മയാണെന്ന് തോന്നുന്നു. എന്താ പേര്? അജിത. മക്കളുണ്ടോ? ആ, മോൻ്റെ പേരെന്താ? ഇങ്ങോട്ട് വന്നേ ജോഷുവേ, ലീഡറാണ് അദ്ദേഹം. ഇങ്ങോട്ട് വന്നേ പൊന്നു മോനെ. നല്ലൊരു ഉദാഹരണം ഇപ്പോൾ പറയാം. ഈ ജോഷുവ വളർന്നു, അവൻ പഠിച്ചുകൊണ്ടിരിക്കുക, അവനൊരു PhD പാസ്സായി, നല്ലൊരു ചിത്രമൊക്കെ കയ്യിൽ കിട്ടി, സൂപ്പറായി. നിങ്ങൾക്കറിയാമല്ലോ ബാക്കി. അതുമായിട്ട് വരുന്ന ദിവസമാണ് ഇന്ന് ഈ ഞായറാഴ്ച എന്ന് വിചാരിക്കുന്നത്, ഞായറാഴ്ച. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആ മോളുടെ പേരെന്താണ്? ജെസ്സി. ഇത് വരുമ്പോൾ ജെസ്സി പറയാം, പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് കേട്ടില്ല. ഇതാണ് നന്മ കാണാൻ കഴിയാത്ത അസൂയയുടെ പാട. കാർബാർത്ത് എഴുതിയ 406 ഗ്രന്ഥങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ ഈ കാര്യത്തിൻ്റെ വിശാല ചിത്രം എഴുതിയിട്ടുണ്ട്. അതിലേക്കൊക്കെ അടക്കാൻ ഇപ്പോൾ ടൈം എടുക്കുന്നില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് രാത്രി മുഴുവൻ ഇരുന്നാലും വിരോധമില്ല, ഞങ്ങൾ ഗുണം പിടിക്കട്ടെ എന്നാ. ഒരു ഹല്ലേലൂയ പറയാം നമുക്കല്ലേ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു ചോദ്യം, തിരഞ്ഞെടുത്തവരുടെ നന്മ കാണാൻ പറ്റാത്ത കുരുടന്മാർ നമ്മുടെ ഈ ചർച്ചയിലുണ്ടോ? ഇതിനൊരു ഉത്തരം കിട്ടിയാൽ ഞാൻ പറഞ്ഞ 2 വിടുതലുകൾ ആനന്ദ തൈലത്തിൻ്റെ വലിയ പ്രദർശനമായി മാറും. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ നമുക്ക്? ശക്തമായിട്ട് ഹല്ലേലൂയ പറയാം നമുക്ക്. ആയിരിക്കുന്ന സഹോദരിയുടെ പേരെന്താണ്? ബീന. ഈ ഇരിക്കുന്ന ദൈവദാസിയുടെ പേരെന്താ? ഡിലൈറ്റ്. എൻ്റെ ദൈവം, ബീനയ്ക്ക് സർക്കാർ ഒരു വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്തു, എന്തിനെങ്കിലും ആവട്ടെ അല്ലേ. അത് പിടിച്ചുകൊണ്ട് പാസ്റ്റർ വീട്ടിൽ വന്നിട്ട് പാസ്റ്റർ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് തന്നു. ആര് തന്നു? കേരള ഗവൺമെൻറ് തന്നു. ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡിലൈറ്റിൻ്റെ എല്ലാ ഡിലൈറ്റും പോയി. നിങ്ങൾക്ക് ആ ഉദാഹരണം പിടികിട്ടിയല്ലോ. കർത്താവ് എത്ര ക്ലിയർ ആയിട്ട് ഒപ്പിച്ചിരുന്നത്. അങ്ങനെ ചിലരുണ്ട്, അവരാണ് കണ്ണ് കാണാത്ത കുരുടന്മാർ. ഞാൻ ഇന്ന് പറയുന്ന കാര്യം കേൾക്കണം. ആനന്ദ തൈലം നിങ്ങൾക്ക് ആനന്ദമാകണമെങ്കിൽ 2 ഭാഗം ശരിയാകണം. ഒന്ന്, അത്ഭുതങ്ങൾ കൊണ്ട് ദൈവം വിടുവിക്കുന്ന ഭാഗമാണത്. 2, പാപത്തിൻ്റെ എല്ലാ ബ്രാഞ്ചസിൻ്റെയും ബന്ധനങ്ങൾ അഴിയുന്ന ഭാഗമാണ് 2. ഷുഡാബാല ഹസ്കജഷ്. ഒന്നിച്ചൊന്ന് പറഞ്ഞെല്ലാവരും. 1, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ നടക്കുന്നതാണ് അത് അഭിഷേകത്താൽ. ഒന്ന് പറഞ്ഞെല്ലാവരും, അഭിഷേകത്താൽ. 2, പാപത്തിൻ്റെ ബ്രാഞ്ചസ് എല്ലാം വേരോടെ പിഴുതെറിയുന്നതാണ്. ഇവിടെയാണ് ആനന്ദിപ്പിക്കുന്ന തൈലത്തിൻ്റെ 2 വശങ്ങളെന്നറിയുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലും ഒരല്പനേരം ഇരുന്ന് പറയണം, കർത്താവേ, എൻ്റെ ഹസ്ബൻഡിനോട്, എൻ്റെ വൈഫിനോട്, എൻ്റെ മക്കളോട്, എൻ്റെ അയൽവാസികളോട്, എൻ്റെ ചർച്ചിലെ വിശ്വാസികളോട്, എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് എനിക്കുള്ള വൈരാഗ്യം, അതിനൊരു വാക്ക് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാം, വിശാലമായിട്ട് നാളെ നിങ്ങൾക്ക് തരാം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഗൊങ്കുസ്മോസ്. ഒന്ന് പറഞ്ഞേ എല്ലാവരും. പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയൊരു വാക്കാണ് ഞാൻ പറയുന്നത്. ഒന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ പറയുന്നില്ലേ ശരിക്കും? ഉറക്കെ പറയൂ. പോരാ, ഗൊങ്കുസ്മോസ്. ചിലർ വേറെ പദങ്ങളൊക്കെ പറയുന്നുണ്ട്, സാരമില്ല.
എങ്കിൽ നമുക്ക് ഒരുമിച്ചെന്ന് പറയാം, ഗൊങ്കുസ്മോസ് എന്ന് പറഞ്ഞേ. അതിന് 7 അർത്ഥങ്ങളിൽ ഒരു അർത്ഥം പരസ്യമാക്കാത്ത രഹസ്യ നീരസങ്ങളെന്നാണ്. എല്ലാവരും ഒന്ന് പറയണം, ഗൊങ്കുസ്മോസ് സമം പരസ്യമാക്കാത്ത രഹസ്യ നീരസങ്ങൾ. പോരാ, നിങ്ങൾ പറയുന്നത് ഉഷാറല്ല. രഹസ്യ നീരസങ്ങൾ ഉറക്കെ പറഞ്ഞെല്ലാവരും ഒരു പ്രാവശ്യം കൂടെ. ഇന്ന് ആ കെട്ടൊന്ന് അഴിയേണ്ടതുണ്ടെന്ന് ആത്മാർത്ഥമായി യേശുവിനോട് പറയാൻ കഴിയുന്നവർ കര ഉയർത്തിയാട്ട്, കര ഉയർത്തി പിടിച്ചാട്ട് ആത്മാർത്ഥമായിട്ട് യേശുവിനോട് പറഞ്ഞാട്ട്. ഇവിടെ ഹെഡ് വെയിറ്റ് ഒന്നും കാര്യമില്ല. ദൈവത്തിന് നിനക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ ഹെഡ് വെയിറ്റ് ഇല്ലാതെ കരമുയർത്തി ദൈവത്തോട് പറ, പരസ്യമാക്കാത്ത രഹസ്യ നീരസമായ ഗൊങ്കുസ്മോസിൻ്റെ ഒരു ബ്രാഞ്ച് എൻ്റെ ജീവിതത്തിൽ നിന്ന് പൊട്ടി മാറാനുണ്ട് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവർ കരമുയർത്തി പിടിച്ചാട്ട്. ഉയർത്തി എല്ലാ കരങ്ങൾക്കായി സ്തോത്രം. ഈ 2 ഭാഗം ഒരുമിച്ചൊന്ന് നിങ്ങൾ ചിന്തിച്ച് കരമുയർത്തി പിടിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കണം, അടയാളങ്ങൾ നടക്കണം. അതിനൊക്കെ വലിയ ആനന്ദം തരാൻ കഴിയും. അതോടൊപ്പം എൻ്റെ അകത്തുള്ള ആന്തരികമായിട്ടുള്ള പരസ്യമാക്കാത്ത രഹസ്യ നീരസ പാപങ്ങൾ അഴിഞ്ഞു മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ 2 കര ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, 2 കര ഉയർത്തി പ്രാർത്ഥിച്ചാട്ട്. കൃത്യമായി അത് നീങ്ങണം. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്, പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. അത് ശരിക്കും അഴിഞ്ഞാൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞ് വ്യക്തികളോട് ചെന്ന് ക്ഷമ ചോദിക്കും, നേരിട്ട് ക്ഷമ ചോദിക്കും. അഴിയണം അത്. ആദ്യം നിങ്ങൾ ദൈവത്തോട് ക്ഷമ ചോദിക്കണം. ഇവിടെ വെച്ച് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാണ്. അഴിയട്ടെ, അഴിയട്ടെ. ആനന്ദദൈത്യത്തിൻ്റെ തിളക്കമാർന്ന ആനന്ദം ജീവിതത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കാൻ ഈ 2 ഭാഗം ശരിയാക്കണമെന്ന് ഉറപ്പുള്ളവരെല്ലാം കര ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. വളരെ ഡെപ്തിൽ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക, വളരെ ഡെപ്തിൽ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ചരിത്രത്തെ പുതുക്കുന്ന പുതിയ ഒരു വാതായനം തുറക്കുന്നതിനാൽ സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഒന്ന് സമ്മതിച്ചു കൊടുക്ക്. അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ അരിഞ്ഞു മാറ്റാൻ തയ്യാറാണ്. ദൈവമേ, എന്റെ ജീവിതത്തിൽ നിന്ന് അരിഞ്ഞു മാറ്റാൻ തയ്യാറാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് കണ്ണുകൾ അടയ്ക്കുകയോ കണ്ണുകൾ തുറക്കുകയോ ചെയ്താട്ടെ. എന്നാൽ ആന്തരിക കണ്ണുകൾ തുറന്നിരിക്കണം. കണ്ണ് നിറഞ്ഞ് അനുതാപം ദൈവത്തിന്റെ മുമ്പിൽ വരുന്നവർക്കാണ് വിടുതൽ എന്നറിയുന്നവർ എത്ര പേരുണ്ട്? നമ്മൾ പ്രഹസനത്തിനിരിക്കുകയല്ല, പ്രകടനങ്ങൾക്കിരിക്കുകയല്ല, രാജാവിനെ സന്തോഷിപ്പിക്കാൻ ഇരിക്കുകയാണ്, എൻ്റെ ആത്മമാനവാളിനെ സന്തോഷിപ്പിക്കാൻ ഇരിക്കുകയാണ് എന്ന ഉത്തമ ബോധ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ മലർത്തി ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാണ്. മൈ സിൻ, സിൻ ഓഫ് ഒമീഷൻ, സിൻ ഓഫ് കമ്മീഷൻ, ചെയ്യാത്തതും ചെയ്തതുമായ പാപങ്ങളുടെ വലിയ പട്ടിക എൻ്റെ ജീവിതത്തിലുണ്ട് കർത്താവേ. അതെല്ലാം ഞാൻ ഒഴിവാക്കുകയാണെന്ന് ആത്മാർത്ഥമായി പറയുന്നവരെല്ലാം കൈകൾ ഉയർത്തിയാട്ട്. ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് വ്യക്തിപരമായി? ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒഴിഞ്ഞു മാറാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഒഴിഞ്ഞു മാറാൻ തയ്യാറാണെങ്കിൽ, വേരോടെ പാപ ബ്രാഞ്ചസ് ശാഖകൾ പിഴുതെറിയാൻ തയ്യാറാണെങ്കിൽ ഉറക്കെ പറ, ഐ ആം റെഡി. ഐ ആം റെഡി ടു റിമൂവ് the branches of sins. Shuda bala bala bachala bandala 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 kattala dimdal kamdal paudava pattam padaval kadaga jeevala handala paudala kadagal kaidash praida janaga jagadal kaide. ഇവിടെയാണ് ശരിയായ വിടുതൽ എന്നറിയുന്നവർ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി
അത് ഏറ്റുപറഞ്ഞ് ഒഴിവാക്കിയ നിന്റെ ജീവിതത്തിൽ ദൈവം നേരിട്ടിടപെടുന്നത് കാണുമെന്ന് ഞാൻ ഉറക്കെ പറയുകയാണ്. പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകുമോ? ചേർന്ന് പാപത്തെ ദൈവത്തിൽ പൈതല ജീവിക്കും ഞാൻ ഇനി, ദൈവത്തിൽ പൈതലായി ജീവിക്കും ഞാനിനി. അധികാരമോഹം തലയ്ക്ക് പിടിച്ച് സ്വന്തം ചരിത്രത്തെ കുഴിയിലിറക്കുന്ന വില്ലന്മാരായ വീരന്മാരെ അല്ല ദൈവത്തിന് വേണ്ടത്. അധികാരമോഹം തലയ്ക്ക് പിടിച്ച് വലിയ കുഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ട് പിശാച് സന്തോഷിക്കുന്ന രംഗമല്ല നമുക്ക് വേണ്ടത്. മാനസാന്തരപ്പെട്ട് മടങ്ങി ആനന്ദ തൈലത്തിന്റെ പ്രകാശനങ്ങൾ എന്നിലും എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും എൻ്റെ എല്ലാ ചരികളിലും വെളിപ്പെടുത്തുന്ന രംഗമാണ് കാണേണ്ടത് എന്നുള്ളവരെല്ലാം കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചാൽ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒന്നിച്ച് നിന്നെ കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തട്ടെ, നിന്നെ പരിഹസിച്ച് തീർക്കുന്നവർ തീർക്കട്ടെ. നീ മെലിഞ്ഞ് മെലിഞ്ഞ് വരുന്നത് അവരുടെ ആഗ്രഹമാണ്. എന്നാൽ നീ ഉറക്കപ്പറ, അത് എന്റെ അവസാനമല്ല. ഞാൻ ഏറ്റു പറയുന്നതോടുകൂടെ എന്റെ ആരോഗ്യത്തിന്റെ ആരംഭമാ. ആത്മിക ആരോഗ്യത്തിന്റെ, മാനസിക ആരോഗ്യത്തിന്റെ, ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ വിടുതലാണ് ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുമ്പോൾ. നമ്മള് സമയമായതുകൊണ്ട് നിർത്തുക, വിഷയം തീർന്നിട്ടില്ല. ആനന്ദ തൈലം ഒരു ഉദാഹരണം ഇന്ന് പഠിച്ചു. അതിൻ്റെ ഡെപ്ത് ഇനിയും കിടക്കുക. ആനന്ദ തൈലം എന്നെ സന്തോഷിപ്പിക്കുമെന്ന് രണ്ട് വശത്തുനിന്ന് പഠിക്കാൻ കഴിയുന്നതിൽ ആനന്ദമുള്ളവർ എത്ര പേരുണ്ട്? അത് നടക്കുമെന്ന് ഉറപ്പുള്ളവരെല്ലാം കൈകൾ ഉയർത്തി പിടിച്ചാണ്. പാസ്റ്റർ മാത്യു കോരുത് പറഞ്ഞത് 9 മണിയാണെന്നാണ്. പക്ഷെ നിങ്ങളെല്ലാവരും മൗനം ആലോചിച്ചുകൊണ്ട് മനസ്സിലായി രാത്രി 12 ആയാലും കുഴപ്പമില്ലെന്ന്. എന്നാൽ ബുദ്ധിയോടുകൂടെ വേണ്ട ചെയ്യാൻ അല്ലേ? ഇവിടെ കുത്തിടുമ്പോൾ ഓർക്കുക, ഇന്ന് രാത്രി തലയിണയിൽ തല വയ്ക്കുന്നതിന് മുമ്പ് ഈ 2 വിഷയങ്ങളുടെ പരിഹാരം ദൈവത്താൽ എന്നിൽ കാണണം, എന്നിലൂടെ മറ്റുള്ളവരിൽ കാണണം, എൻ്റെ ചർച്ചിൽ കാണണം, എൻ്റെ കുടുംബത്തിൽ കാണണം, എന്നെ ചുറ്റിപ്പറ്റുന്ന രംഗങ്ങളിൽ കാണണം എന്ന് ആത്മാർത്ഥമായി സന്തോഷത്തോടെ നിങ്ങൾ പാടുക. സ്വർഗം ഇന്ന് നമുക്ക് അയച്ച വിടുതൽ ചെറുതല്ല എന്നറിയുന്നവർ എത്ര പേരുണ്ട്?